എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മെയ് മാസം 24-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് കൃത്യമായി പഠിക്കാനായി ശ്രമിക്കണം. ഇന്നലെ നടന്ന സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയ്ക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനുകളായി നിർണായക ചോദ്യങ്ങളായി വരാവുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. അതിനായി നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസ് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. എല്ലാവരും അതിനായി ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി ഈ വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL കിരീടം നേടിയ ടീം. ഉത്തരം ഈസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാളാണ് നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി ഈ വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയത്. നമുക്കറിയാം, ഒരേ പോയിന്റ് ആണെങ്കിലും ഗോൾ ശരാശരിയുടെ തലത്തിൽ വെച്ചാണ് ഈസ്റ്റ് ബംഗാൾ ISL കിരീടം നേടിയത്. അപ്പോൾ ഈ വർഷത്തെ ISL കിരീടം നേടിയത് ഈസ്റ്റ് ബംഗാൾ. അടുത്ത ചോദ്യം: ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ നികുതി വെട്ടിച്ച് വ്യാജരേഖകളിലൂടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നവരെ പിടികൂടാൻ രാജ്യവ്യാപകമായി കസ്റ്റംസ് നടത്തുന്ന റെയ്ഡ്. ഉത്തരം ഓപ്പറേഷൻ നുംഖോർ. ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ നികുതി വെട്ടിച്ച് വ്യാജരേഖകളിലൂടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നവരെ, അപ്പോൾ ഭൂട്ടാനിൽ നിന്ന് ടാക്സ് വെട്ടിച്ച് വ്യാജരേഖകൾ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നവരെ പിടികൂടാൻ രാജ്യവ്യാപകമായി കസ്റ്റംസ് നടത്തുന്ന റെയ്ഡിന്റെ പേരാണ് ഓപ്പറേഷൻ നുംഖോർ. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം സിന്ധുദുർഗ് തീരം. അതെവിടെയാണ്? കൊങ്കൺ തീരത്താണ്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തിൽപ്പെട്ട സിന്ധുദുർഗ് തീരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയും ഇറ്റലിയും 2027 എന്ത് വർഷമായി ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഉത്തരം സാംസ്കാരിക വിനോദസഞ്ചാര വർഷം. അപ്പോൾ 2027 ഏത് വർഷമായിട്ടാണ് ഇന്ത്യയും ഇറ്റലിയും ആചരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്? സാംസ്കാരിക വിനോദസഞ്ചാര വർഷം. അടുത്ത ചോദ്യം: മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് ദേശസ്നേഹവും ദേശീയ ബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ എല്ലാ മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം. ഉത്തരം പശ്ചിമ ബംഗാൾ. അതായത് ഇപ്പോൾ നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെൻറ് അധികാരത്തിലേറിയിരിക്കുകയാണ്. അവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ പരിഷ്കാരമാണ് മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് ദേശസ്നേഹവും ദേശീയബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ മദ്രസകളിലും വന്ദേമാതരം ആലപിക്കുന്നതിന് നിർബന്ധമാക്കിയിരിക്കുകയാണ് അവിടുത്തെ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ. നമുക്കറിയാം, നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേമാതരം. അത് ആലപിക്കാൻ എല്ലാ മദ്രസകളിലും നിർബന്ധമാക്കിയിരിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ എഴുതിയ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ വന്ദേമാതരം എടുത്തിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ വന്ദേമാതരം എല്ലാ മദ്രസകളിലും നിർബന്ധമായി ആലപിക്കുന്നതിനായിട്ട് നിർദ്ദേശമാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം: മരിയോ പുസോയുടെ പ്രശസ്ത നോവലായ ദി ഗോഡ് ഫാദർ പരമ്പരയിലേക്ക് പുതുതായി പുറത്തിറങ്ങുന്ന നോവൽ. ഉത്തരം കോണി. മരിയോ പുസോയുടെ പ്രശസ്ത നോവലായ ദി ഗോഡ് ഫാദർ പരമ്പരയിലേക്ക് പുതുതായി പുറത്തിറങ്ങുന്ന നോവലിൻ്റെ പേരാണ് കോണി. അപ്പോൾ ദി ഗോഡ് ഫാദർ പരമ്പര ആരുടെയാണ്? മരിയോ പുസോയുടെ പ്രശസ്തമായ നോവൽ പരമ്പരയാണ് ദി ഗോഡ് ഫാദർ. അതിലേക്ക് പുതുതായി ഇറങ്ങുന്ന നോവലിൻ്റെ പേരാണ് കോണി. അടുത്ത ചോദ്യം: കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി.
ഉത്തരം അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി പദ്ധതി. അതായത് നമ്മുടെ കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രിസ്റ്റാക്ക് കർഷകർ രജിസ്ട്രി പദ്ധതി. ഇതിനു വേണ്ടിയാണ് കാർഷിക ആനുകൂല്യങ്ങൾ കർഷകരിലേക്ക് സമയബന്ധിതമായി അല്ലെങ്കിൽ കാലതാമസമില്ലാതെ എത്തിക്കുന്നതിനായി തുടങ്ങിയിരിക്കുന്ന പദ്ധതിയാണ് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി പദ്ധതി. അടുത്ത ചോദ്യം, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത. ഉത്തരം സുഹ്റ സിറാജ്. സുഹ്റ സിറാജാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത. ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായി നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി ഈ ചോദ്യങ്ങൾ പഠിക്കാനായി ശ്രമിക്കുക. നമുക്കറിയാം 10ൽ താഴെ ചോദ്യങ്ങൾ മാത്രമാണ് 5-10 മിനിറ്റിനുള്ളിലുള്ള വീഡിയോകളായി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അത് കൃത്യമായി പഠിച്ചാൽ തന്നെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായി സാധിക്കും. ഇന്നലെ സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയിൽ നമുക്കറിയാം എല്ലാ GK പോർഷൻസിലെ ചോദ്യങ്ങളെല്ലാം വളരെ ടൈറ്റായിരുന്നു. എങ്കിൽ പോലും ഈ കറണ്ട് അഫയേഴ്സ് സീരീസ് കൃത്യമായി കണ്ടിട്ടുള്ള ഒരാൾക്ക് അതിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്കറിയാം, ഇത്ര ടൈറ്റായ പരീക്ഷയിൽ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് എന്ന് പറയുന്നത് അവരുടെ റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് ജോലി ലഭിക്കുന്ന റാങ്ക് മാത്രമല്ല ജോലി ലഭിക്കാനും വളരെ നിർണായകമായ മാർക്കുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് സീരീസ് ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും ഇതിനായി ചിലവഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനുകൾ ക്രാക്ക് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. മണിക്കൂറുകളോളം മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏത് പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിലും മുന്നിലെത്താനായി സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസും മന്ത്ലി സീരീസുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവരും അത് കൃത്യമായി കണ്ട് കറണ്ട് അഫയേഴ്സിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കാനായി പഠിക്കുക. അതിനായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.